ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ 16-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ശനിയാഴ്ച സിനിമയുടെ പ്രകടനം എങ്ങനെയായിരിക്കും? 600ഓളം ഷോകൾ മാത്രമാണ് സിനിമ തിയേറ്ററിലുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ സിനിമ മികച്ച രീതിയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ ഒരു രാജകീയ തേരോട്ടമായി സിനിമ കുതിച്ചു പായുന്നു എന്ന് തന്നെ പറയാം. ഇനി 81 കോടി കടന്ന് ഇന്നത്തോടെ സിനിമ 82 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് 80 കോടി പോസ്റ്റർ എപ്പോൾ വരും എന്നുള്ള ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ കാണുന്ന പോലെ ഒരു ഡിലേ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് പല അപ്ഡേറ്റുകൾക്കും കാണാനും കഴിയുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ന് 464ഓളം ഷോകളാണ് ഇന്നലത്തെ ഫൈനലായിട്ടുള്ള ട്രാക്കിങ്ങിനകത്തിൽ കാണാൻ കഴിയുന്നത്. 12,900 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്കേഴ്സ് പറയുന്നു. ബുക്ക് മൈ ഷോയിലൂടെ ഏകദേശം 8,900 ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. 15% ഒക്യുപ്പൻസി, അതായത് തലേ ദിവസത്തേക്കാളും വ്യാഴാഴ്ചത്തേക്കാൾ കൂടുതൽ ഒക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. 21 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് 40 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് വീണ്ടും സ്റ്റഡി കളക്ഷനിലേക്ക് നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 35 കോടി കടന്ന ചിത്രം വേൾഡ് വൈഡായിട്ട് റെക്കോർഡ് തൂക്കി 80 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7 കോടി കടന്നിരിക്കുന്നു ഈ ഒരു ചിത്രം. GCC രാജ്യങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ചത്തെ വരാനിരിക്കുന്നു. 1 കോടിയോളം ഉണ്ടാകും എന്നുള്ളതാണ് ഏറെയും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിനിമയുടെ ഫൈനൽ കളക്ഷൻ 82 കടന്ന് മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. വമ്പൻ സിനിമയായ ബബ്ബബ വന്നിട്ട് പോലും ഈ ഒരു സിനിമയ്ക്ക് യാതൊരു കുലുക്കവും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ആദ്യ വാരം കഴിയുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു സിനിമ വീണ്ടും തിരിച്ചു കയറുന്ന കാര്യം. ഈ ഒരു ക്രിസ്മസ് സീസണിലെ നമ്പർ 1 ചിത്രമാകും ഇത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാറ്റമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ കാണാം. കാരണം ഈ ഒരു ക്രിസ്മസ് കാലത്ത് വന്ന ദിലീപ് ചിത്രവും നിവിൻ പോളി ചിത്രവുമൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു കാര്യം ആളുകൾ വിലയിരുത്തും, വേറെ ഒന്നുമല്ല, കളങ്കാവൽ തന്നെയായിരുന്നു ബെസ്റ്റ്. ആ 2 സിനിമകളെ മാത്രം ബേസ് ചെയ്തിട്ടല്ല, കഴിഞ്ഞ 10 വർഷമോ 15 വർഷമോ പിന്നോട്ട് നോക്കിയാലും ഏറ്റവും മികച്ച ചിത്രം കളങ്കാവൽ തന്നെയാണ്. അത് ഓൾറെഡി നമ്മൾ എല്ലാവരും അറിയാവുന്ന കാര്യവുമാണ്. 18,300ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 18,31,000ഓളം ഓഡിയൻസ് സിനിമ കണ്ടു എന്ന് പറയുന്നു. തിയേറ്റർ ഒക്യുപ്പൻസി 35. മൊത്തം ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്ഡ് കളക്ഷനായി കേരളത്തിൽ നിന്ന് 30 കോടി സിനിമ എത്തിയിരിക്കുന്നു. അതായത് 29 കോടി 61 ലക്ഷം രൂപ